ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും യേശു ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്നെ സ്നേഹാവന്ദനങ്ങൾ. അതേ നിത്യചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 16-ാം വചനവും 23-ാം വചനവും. അങ്ങനെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്നു സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് കൽപ്പിച്ചു. 23-ാം വചനം. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു, ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. In English, Daniel chapter 6 verse 16. So the king gave the order and they brought Daniel and threw him into the lion's den. The king said to Daniel, may your God, whom you serve continually, rescue you. Verse 23. The king was overjoyed and gave orders to lift Daniel out of the den. And when Daniel was lifted from the den, no wound was found on him because he had trusted in his God. Amen. ഈ രണ്ട് വചനങ്ങളിലും നാം വായിക്കുന്ന ഒരേ കാര്യമൊന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, രാജാവിന്റെ കൽപ്പനയാൽ രണ്ട് കാര്യങ്ങൾ അവർ ചെയ്യുന്നു. ആരാ ചെയ്യുന്നത്? ദാനിയേലിനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞ് ദാനിയേലിനെ തകർത്ത് കളയുവാൻ രാജാവ് വിചാരിക്കുന്നത് പോലെയല്ല, എങ്കിൽ രാജാവ് ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ഉയർച്ചയിലേക്ക് ദാനിയേൽ എത്തിച്ചേരരുത് എന്ന് പറഞ്ഞ വെല്ലുവിളിക്കുന്ന ദേശാധിപതിമാരും ശാസ്ത്രിമാരും ചേർന്നാണ് ഈ പദ്ധതി ഒരുക്കുന്നത്. നമുക്കറിയാം, ദാനിയേൽ 6-ാം അധ്യായം 1-ാം വചനത്തിൽ രാജ്യമൊക്കെ ഭരിക്കേണ്ടതിന് രാജ്യത്തിന്റെ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെ നിയമിപ്പാൻ ദാരിയുവേശിന് ഇഷ്ടം തോന്നി. ഈ 3-വരിൽ ദാനിയേൽ ഒരുവനായിരുന്നു. എന്നിട്ട് വീണ്ടും അതിന്റെ 3-ാം വചനത്തിൽ, എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മനസ്സനായിരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ആമേൻ. അപ്പോൾ 120 പ്രധാന ദേശാധിപതികളെ പോലെയല്ല, അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെ നിയമിക്കുവാൻ ആഗ്രഹിച്ചു. അവരിൽ ഒരാളായി ആദ്യം ദാനിയേലിനെ രാജാവ് കൊണ്ടുവരണമെന്ന് രാജാവിന് ഇഷ്ടം തോന്നി. അപ്പോൾ അത്ര പ്രതിസന്ധി ഇല്ലായിരുന്നു. എന്നാൽ കാരണം അവർക്കുമുള്ള സ്ഥാനങ്ങൾ പോലെയല്ലേ. എന്നാൽ ദാനിയേൽ വീണ്ടും വിശിഷ്ടനായി വിളങ്ങി. അവരിൽ ഈ 2 കൂട്ടരെക്കാളും വിശിഷ്ടനായി വിളങ്ങിയപ്പോൾ രാജാവ് വിചാരിച്ചു, ദാനിയേലിനെ ഇങ്ങനെ ഇരുത്തുവാനല്ല, സർവ്വരാജ്യത്തിനും അധികാരിയാക്കണം. അങ്ങനെ പറഞ്ഞപ്പോൾ ആമേൻ, സ്തോത്രം, മറ്റ് അധ്യക്ഷന്മാർക്കും പ്രധാന ദേശാധിപന്മാർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ് അവർ ദാനിയേലിനെ കുറിച്ച് കുറ്റം കണ്ടെത്തുവാൻ നോക്കുന്നത്. അങ്ങനെ ഈ രാജാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കുറ്റമല്ലാതെ മറ്റേ യാതൊന്നും കാണുവാൻ കഴിയാത്തത് കൊണ്ട് അങ്ങനെ ഒരു തന്ത്രം അവരൊരുക്കുന്നു. രാജാവിനോട് സംസാരിക്കുന്നു ബുദ്ധിപൂർവമായിട്ട്. രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുന്നു. രാജാവിന്റെ മോതിരത്താൽ അത് രേഖ എഴുതുന്നു, മുദ്ര വയ്ക്കുന്നു. അങ്ങനെ തന്നെ ദാനിയേൽ അത് അറിഞ്ഞിട്ട് മുൻപേ ചെയ്തു വന്നതുപോലെ തന്നെ ചെയ്തു. കാരണം ദാനിയേലിന് രാജാവല്ല വിഷയം, പ്രധാന ദേശാധിപതിമാരല്ല വിഷയം, അധ്യക്ഷന്മാരല്ല വിഷയം. ദാനിയേൽ സ്തോത്രം ഹല്ലേലൂയ അടിമയായിട്ട് അല്ല എങ്കിൽ സ്തോത്രം അങ്ങനെയാ ദാനിയേൽ ഈ രാജ്യത്തായിരിക്കുന്നത്. എങ്കിൽ പോലും ദാനിയേലിനെ ഇത്രത്തോളം കൊണ്ടുവന്ന, ദാനിയേൽ ഇത്രത്തോളം ജ്ഞാനവും അറിവും കൊടുത്ത, ഇത്രത്തോളം ദാനിയേലിനെ ഉയർത്തിയ ആ ദൈവത്തെയാണ് ദാനിയേൽ വലുതായി കാണുന്നത്, യാതൊരു രാജാവിനെയും രാജ്യത്തെയും അല്ല. അതുകൊണ്ട് ദാനിയേൽ താൻ മുൻപ് ചെയ്തു എന്നതുപോലെ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചു,
സ്തോത്രം ചെയ്യുന്നു. ഇത് കണ്ടപ്പോൾ വീണ്ടും അവർക്ക് അത് അരിഷ്ടമായി തോന്നി. അവർ രാജാവിനോട് ചെന്ന് പറഞ്ഞു. രാജാവിന് വേറെ ഒരു നിർവാഹവുമില്ല, രാജാവിന് ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുന്നു. രാജാവിന്റെ കൽപ്പനയാൽ ഇവർ തന്നെ ദാനിയേലിനെ കൊണ്ടുവരുന്നു, സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. എന്നാൽ അവിടെ വെച്ച് രാജാവ് ദാനിയേലിനോട് ഒരു വാക്ക് പറഞ്ഞു. ആമേൻ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു കുടുംബമുണ്ട് എന്നൊക്കെ ഞാൻ പറയുന്നതിനേക്കാൾ ഉപരി എത്ര പേർക്ക് ചങ്കുറപ്പോട് പറയാൻ കഴിയും, എനിക്ക് എന്റെ ദൈവമുണ്ട്. ഹല്ലേലൂയ, ആമേൻ, എനിക്ക് എന്റെ ദൈവമുണ്ട്. സങ്കീർത്തനക്കാരൻ പലപ്പോഴും സങ്കീർത്തനങ്ങളിൽ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും. നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവമേ, നീ എന്റെ ദൈവം, ഞാൻ അങ്ങേ അന്വേഷിക്കുന്നു, അല്ലെ? ആമേൻ. അങ്ങനെയാണെങ്കിൽ ദാനിയേൽ പറയുക, ദാനിയേലിനോട് രാജാവ് പറയുക, നിനക്കൊരു ദൈവമുണ്ട്, ആ ദൈവം നിന്നെ രക്ഷിക്കും. നീ ഇടപെടാതെ സേവിച്ചു വരുന്ന ദൈവം നിന്നെ രക്ഷിക്കും. എന്നാൽ അവിടെ ആ 23-ാം വചനത്തിനകത്ത് സംഭവിച്ചത്, ദാനിയേൽ സിംഹത്തിന്റെ ഗുഹയില ആയിരിക്കുന്നു. അവിടെ വലിയൊരു കല്ലെടുത്ത് വെക്കുന്നു. വീണ്ടും ആ കല്ലിന് മുദ്ര വെക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രേഖയ്ക്ക് മുദ്ര വെച്ചത് മാത്രമല്ല, രേഖ എഴുതി മുദ്ര വെച്ചു. ഇവിടെ കല്ല് കൊണ്ടുവച്ചു, അതിനും മുദ്ര വെച്ചു. ആമേൻ. ഒരു കാരണവശാലും ദാനിയേൽ പുറത്തു വരുവാൻ പാടില്ല. ദാനിയേൽ അധികാര സ്ഥാനത്ത് ഇരിക്കുവാൻ പാടില്ല. ആമേൻ. എന്നാൽ സംഭവിച്ചത്, ഏത് മുദ്ര വെച്ച കല്ലിനെ ആയിരുന്നാലും പൊട്ടിച്ചുകൊണ്ട് അദൃശ്യനായ ദൈവത്തിന്റെ ദൂതൻ അതിനകത്ത് ഇറങ്ങി സിംഹങ്ങളുടെ വായ അടച്ചു. പ്രിയ ദൈവമക്കളെ, ഞാൻ ചിന്തിക്കും, നമുക്ക് വേണ്ടി പദ്ധതി ഒരുക്കുന്നവരുടെ വായ ദൈവം അടയ്ക്കും, അവരുടെ കരങ്ങളെ ദൈവം ബന്ധിക്കും, രാജാവിന് ദൈവം തൊടും. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ ആയിരിക്കാം നമ്മുടെ ചിന്തകൾ. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി അതൊന്നുമല്ല. തന്റെ ഭക്തന്മാരെ ദൈവം അത്ഭുതകരമായി രക്ഷിക്കും, അതിശയകരമായി പുറത്തു കൊണ്ടുവരും. ആമേൻ. അപ്പോൾ ഇവർ ഈ കല്ലിവിടെ വെക്കണമെന്നും അതിന് മുദ്ര വെക്കണമെന്നും ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. എങ്കിലല്ലേ അവിടെ ദൈവമഹത്വം വെളിപ്പെടുത്തുള്ളൂ. മുദ്രയിട്ട കല്ലിനെയും പൊട്ടിച്ചുകൊണ്ട് ദൂതൻ അതിനകത്ത് ഇറങ്ങി സിംഹങ്ങളുടെ വായ അടച്ചു. ഹല്ലേലൂയ. സംഭവിച്ചത് ദാനിയേലിന് ഒരു കേട് സംഭവിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നാൽ പിറ്റേന്ന് രാവിലെ രാജാവ് ദാനിയേലിന്റെ അടുക്കൽ കടന്നു വരുന്നു, ദാനിയേലിനോട് സംസാരിക്കുന്നു. അതിനുശേഷമായിട്ട് 23-ാം വചനത്തിൽ രാജാവ് സന്തോഷിക്കുന്നു. രാജാവ് അടുത്ത കൽപ്പന പുറപ്പെടുവിക്കുന്നു. ദാനിയേലിനെ സിംഹഗുഹയിൽ നിന്ന് തിരികെ കയറ്റുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. ആരെങ്കിലും പ്രതീക്ഷിച്ചു കാണുമോ ഈ കൽപ്പന? ഹല്ലേലൂയ. മൊത്തത്തിൽ ഇവിടെ 3 കൽപ്പന കാണുന്നു. ഒന്ന്, രാജാവ് ദാനിയേലിനെ ഗുഹയിൽ ഇടുവാൻ കൽപ്പിക്കുന്നു. രണ്ടാമത്, ദാനിയേലിനെ സിംഹങ്ങളുടെ ഗുഹയിൽ നിന്ന് അവൻ സ്തോത്രം ഹല്ലേലൂയ അവൻ കയറ്റുവാൻ കൽപ്പിക്കുന്നു. രാജാവ് ദാനിയേലിനെ സിംഹങ്ങളുടെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. പ്രിയ മക്കളെ, ആർക്കും കാണുവാൻ കഴിയാത്തൊരു കാര്യമാണ് നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം. പുറമേ ഉള്ളവര് നമ്മുടെ പ്രാർത്ഥന കാണുമായിരിക്കാം, ആരാധന കാണുമായിരിക്കാം, നമ്മുടെ ജീവിത രീതി കാണുമായിരിക്കാം. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ദൈവാശ്രയവും നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിലുള്ള വിശ്വാസവുമാണ് നമ്മെ ദൈവം പുറത്തു കൊണ്ടുവരുന്നതും രക്ഷിക്കുന്നതും. ഹല്ലേലൂയ. സകല രേഖകളെയും തിരുത്തി എഴുതുവാൻ, സകല കൽപ്പനകളെയും തിരുത്തി കൽപ്പിക്കുവാൻ ദൈവം രാജാവിനെ തന്നെ ഉപയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. മൂന്നാമതൊരു കൽപ്പനയുണ്ട്, 24-ാം വചനം. പിന്നെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്നു, അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. അവർ സിംഹങ്ങളുടെ അടിയിൽ എത്തും മുമ്പേ സിംഹങ്ങൾ അവരെ പിടിച്ചു, അവരുടെ അസ്ഥികളൊക്കെയും തകർത്ത് കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വീണ്ടും അടുത്തൊരു കൽപ്പനയുണ്ടായി, 26-ാം വചനം. എന്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിന്റെ ദൈവത്തിന് മുൻപാകെ ഭയഭക്തിയോടിരിക്കണമെന്ന് ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു. ഉറപ്പായിട്ടൊരു കൽപ്പന, ഭയഭക്തിയോടിരിക്കണം. ആരുടെ ദൈവത്തിന് മുൻപാകെ? ദാനിയേലിന്റെ ദൈവത്തിന്റെ മുൻപാകെ. പ്രിയ ദൈവമക്കളെ,
എത്ര ഓർഡർ നമുക്കെതിരെ പുറത്തു വന്നാലും നമ്മെ കുലുക്കിക്കളയുവാൻ, തകർത്ത് കളയുവാൻ, നശിപ്പിക്കുവാൻ എത്ര ഓർഡർ ഏതധികാരി പുറപ്പെടുവിച്ചാലും, എത്ര സൈന്യമായി നമുക്കെതിരെ വിരോധമായി പടപൊരുതി നിന്നാലും, പ്രൈസലോ, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. രാജാതി രാജാവായ കർത്താവിന് നമ്മെ കുറിച്ചൊരു ഉദ്ദേശമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നാം ശുഭപ്പെട്ടിരിക്കണമെന്ന് അതിന്റെ അവസാന വചനത്തിൽ വായിക്കുന്നു. ദാനിയേൽ ശുഭപ്പെട്ടിരുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നാം ശുഭപ്പെട്ടിരിക്കണം. എല്ലായ്പ്പോഴും നാം സുഖമായും ശുഭമായും ഇരിക്കണമെന്ന് ദൈവത്തിന് നമ്മെ കുറിച്ച് പദ്ധതി ഉള്ളപ്പോൾ, നാം പ്രോസ്പർ ആയിരിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ, ഈ ഭൂമിയിലെ രാജാക്കന്മാർ, അധികാരികൾ, മനുഷ്യർ, ശത്രുക്കൾ എത്ര ശ്രമിച്ചാലും യാതൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ദാനിയേലിന് ഒരു ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഇടപെടാതെ താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും സ്തോത്രം ചെയ്യുന്ന ഒരു ശീലം ദാനിയേലിന് ഉണ്ടായിരുന്നു. താൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. ദൈവത്തിന് മുൻപാകെ യാതൊരു കുറ്റമില്ലാത്തവനായിരുന്നു. രാജാവിന്റെ മുൻപിലും ഒരു തെറ്റും താൻ ചെയ്തിട്ടില്ല. അവൻ ഇത്രത്തോളം ഒരു വിശ്വസ്തനായ, വിശിഷ്ടനായ ഒരു വ്യക്തിയായിരുന്നു ദാനിയേൽ. ഈ ഒരു വ്യക്തിത്വത്തെ പോലെ നമുക്കുമായി തീരാം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇതിനൊരു മാതൃകയാണ്. അതുകൊണ്ടല്ലേ വലിയ കല്ല് കൊണ്ടുവച്ചു, ഇമ്പീരിയൻ മുദ്ര വെച്ചു, കാവൽക്കാരെ ആക്കി. എന്നാൽ 3-ാം ദിവസം സകല മുദ്രയും പൊട്ടിച്ചുകൊണ്ട് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. പ്രൈസലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇന്നായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവന്ന് നമ്മെ മാനിക്കുവാൻ, അത്ഭുതമാക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് നിങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. വചനപ്രകാരം ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നേ നാഥ. ഈ നാളുകളിൽ എന്ത് തന്നെ വന്നാലും ദൈവാശ്രയം വിട്ടുമാറാതെ ദൈവത്തിൽ ആഴമായി വീണ്ടും വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയിലും സ്തുതി സ്തോത്രത്തിലും ആരാധനയിലും മുന്നേറുവാൻ ഞങ്ങളെ ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, എല്ലാ മുദ്രകളെയും, എല്ലാ വിധിയെഴുത്തുകളെയും, എല്ലാ രേഖകളെയും തിരുത്തിക്കുറിച്ചുകൊണ്ട് കർത്താവെ, അങ്ങയുടെ ദൂതൻ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി ചില അത്ഭുതങ്ങളെ ഈ ദിവസം ചെയ്ത് ഞങ്ങളെ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് മാനിക്കുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം. താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. പ്രാർത്ഥന കിട്ടുന്നതിനായി സ്തോത്രം. യേശുവിന്റെ വികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.